ഈ വരുന്ന ജൂൺ സൈക്കിളിൽ UGC നെറ്റും JRFും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി ചിലപ്പോൾ ഇല്ലാതിരിക്കും നെറ്റും JRFും എന്താണെന്നൊക്കെ. അപ്പം അതിൻ്റെ മൊത്തം ഒരു ഓവർവ്യൂ ആണ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ എക്സാം കുറേ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലിജിബിലിറ്റിയാണ് PhD അഡ്മിഷൻ. അതായത് നിങ്ങൾക്ക് PhD ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നോർമലി അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അഡ്മിഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. ആ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായി എന്നാണ് അർത്ഥം. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂ പ്രോസസ്സോ എന്താണോ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, അതിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതാണ് PhD അഡ്മിഷനിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണ് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് PhD അഡ്മിഷൻ. നെക്സ്റ്റ് വൺ ഈസ് അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സബ് സ്പെഷ്യലൈസേഷൻ ഏതാണോ, ഇപ്പോൾ എക്കണോമിക്സോ അല്ലെങ്കിൽ ഏതാണോ സ്പെഷ്യലൈസേഷൻ, അതിനകത്ത് ഇപ്പോൾ എത്ര പേര് എഴുതിയോ അതിൽ ടോപ്പ് 6% ആൾക്കാർക്ക് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ PhD അഡ്മിഷനിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ കിട്ടും. പക്ഷെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇതിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് 6% കാൻഡിഡേറ്റ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിലേക്ക് എത്തണം. അതിൽ ഈ 6% എന്നുള്ളത് ചിലപ്പോൾ വാരി ഒക്കെ ചെയ്യാം. അത് സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളും സ്പെഷ്യലൈസേഷനൊക്കെ UGCയുടെ റെഗുലേഷനും റൂൾസ് ഒക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇനി അറൗണ്ട് ഒരു 6%, ടോപ്പ് 6% ആൾക്കാർക്ക് മാത്രമേ ഈ എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇത് എലിജിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി PhDക്കും എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന്. അടുത്തതാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പായിട്ട് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ടോപ്പ് 1% ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇതിലെന്താണ് കാര്യം? ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ PhD ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അതാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇവിടെ PhDക്ക് അഡ്മിഷൻ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവണുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് PhDക്ക് എലിജിബിളും ആണ്. പിന്നെ അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് PhD ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ UGC നെറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പം ഇതിൽ ഏതാണോ നിങ്ങളുടെ എയിം അതായിരിക്കണം നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ JRF തന്നെ ഫോക്കസ് ചെയ്യുക. JRF കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ JRF തന്നെ ഫോക്കസ് ചെയ്തോ, എന്നിട്ട് നമുക്കത് ക്രാക്ക് ചെയ്ത് കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, ഒറ്റ എക്സാമാണ്, വേറെ സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല. ഒറ്റ എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 എലിജിബിലിറ്റി നമുക്ക് കിട്ടണം. ഓക്കെ, ആൻഡ് റാങ്ക് ബേസ്ഡ് ഫെലോഷിപ്പ് PhD അഡ്മിഷൻ ഡിപ്പെൻഡ്സ് ഓൺ നെറ്റ് JRF പ്ലസ് യൂണിവേഴ്സിറ്റി റൂളാണ്. ഓക്കെ, ഇതെന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നെറ്റ് ഒരു എലിജിബിലിറ്റി ആണല്ലോ. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. അതായത് അത് JRF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 1% ആൾക്കാർക്ക് ഫെലോഷിപ്പ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് JRF കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഫെലോഷിപ്പ് കിട്ടും. PhD അഡ്മിഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ പോലും ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അവിടെ ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ അവർ പറയും JRF ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചില സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ആ ഏരിയയിലേക്ക് അവർക്ക് ചിലപ്പോൾ റിക്വയർമെൻറ്റ് JRF ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിരിക്കും. പക്ഷെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ PhD അഡ്മിഷൻ എലിജിബിലിറ്റി കിട്ടിയാൽ മതി. അവരുടെ സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് ഒന്നും എഴുതേണ്ടി വരില്ല. ഇനി അത് യൂണിവേഴ്സിറ്റി അത് പറഞ്ഞില്ലേ കണ്ടീഷൻസ് അപ്ലൈ, യൂണിവേഴ്സിറ്റി റൂൾസ് അനുസരിച്ച് ഇരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് UGC നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണോ നിങ്ങളുടെ പ്രയോറിറ്റി അതിനനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമുക്ക് 2 പേപ്പറാണുള്ളത്. ഈ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പറാണ്. ഏത് സ്പെഷ്യലൈസേഷൻ ആണോ നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പർ 1 ആണ്. അതിനകത്ത് സെയിം സിലബസ് ആണ് എല്ലാവർക്കും. ജനറൽ കോമൺ പേപ്പറാണ്. ഈ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ യൂണിറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ആൻഡ് പേപ്പർ 2 യെസ് നിങ്ങളുടെ സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ. എൻ്റെത് മാനേജ്
മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ കോഡൊക്കെ 7 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഏതാണോ സ്പെഷ്യലൈസേഷൻ അത് നോക്കുക. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം, പേപ്പർ 1 10 യൂണിറ്റ് ഉണ്ട് ആൻഡ് പേപ്പർ 2 10 യൂണിറ്റ് ഉണ്ട്. ഇനി പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. യെസ്, ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ക്വസ്റ്റിന് 2 മാർക്സ് ആണ് ആൻഡ് ടോട്ടൽ മാർക്ക് 100 കേട്ടോ. അപ്പോൾ 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റിൽ നിന്ന് അവർ 50 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടോട്ടൽ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പേപ്പർ 2 100 ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ്. അപ്പോൾ 200 ആണ് ടോട്ടൽ മാർക്ക്. അതിലും 10 യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും? 150 ക്വസ്റ്റ്യൻ ആൻഡ് ടോട്ടൽ മാർക്ക് 300. സോ 300ലാണ് നിങ്ങളുടെ മാർക്ക്. സോ മാക്സിമം ടു മാക്സിമം 300 നിങ്ങൾ സ്കോർ ചെയ്യുക. ഇതിൽ പേപ്പർ 1 നല്ല ഈസിയാണ്. ഈസി അല്ലാന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. നല്ലോണം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും. ഇത് പ്രാക്ടീസിനെ ബേസ് ചെയ്ത് മാത്രമാണ് പേപ്പർ 1. ഓക്കെ, ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് പെനാൽറ്റി ഒന്നുമില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. അപ്പോൾ പിന്നെന്താ, നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ക്വസ്റ്റ്യൻസ് വിടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആൻസർ കൊടുക്കുക. അപ്പോൾ അതൊരു ടിപ്പാണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കോ അല്ലെങ്കിൽ തെറ്റായ ആൻസറിന് മാർക്ക് ഒരു കുറയ്ക്കൊന്നുമില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിന്നും പറഞ്ഞ് വിടരുത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. എക്സാം ഡ്യൂറേഷൻ നമുക്ക് 3 hour ആണുള്ളത്. അതായത് 180 minutes ആണുള്ളത്. അത് സെപ്പറേറ്റ് പേപ്പർ 1 വേറെ പേപ്പർ 2 വേറെ അങ്ങനെയല്ല കേട്ടോ. രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു 3 hour വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1 പെട്ടെന്ന് കഴിഞ്ഞാൽ പേപ്പർ 2 ആ ഒരു ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സെക്ഷണൽ ടൈമിംഗ് ഇല്ല. സോ ബോത്ത് പേപ്പർ അറ്റംപ്റ്റഡ് ഇൻ 1 continuous session. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഒക്കെ കിട്ടിയിരുന്നു പേപ്പർ 1 കഴിഞ്ഞ് പേപ്പർ 2 ഇപ്പം അങ്ങനെയൊന്നുമല്ല. പിന്നെ അത് CBT മോഡിന് മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ മെൻഷൻ ചെയ്തു, മോഡ് ഓഫ് എക്സാമിനേഷൻ CBT ആണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. സെൻറ്ററൊക്കെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്ത സെൻറ്ററിൽ തന്നെ കിട്ടാറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സിലബസ് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, ഈ പേപ്പർ 1 സിലബസ് എല്ലാവർക്കും കോമൺ ആണ്. ഫസ്റ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ICT, പീപ്പിൾ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതെല്ലാവർക്കും കോമൺ ആണ്. സോ ഇത് പഠിക്കാം. ഓക്കെ, ആൻഡ് പേപ്പർ 2 നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ അത്. ഇപ്പം എൻ്റെത് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കണം എന്നുള്ളത്. അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിന്റഡ് കോപ്പി എടുക്കുക. പിന്നെ ഒരു ID പ്രൂഫ്, എന്താണോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൂഫ് എൻ്റെ കയ്യിൽ വെക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ കയ്യിൽ വെക്കുക. അല്ലെങ്കിൽ എന്താണോ ആപ്ലിക്കേഷന് കൊടുത്തത് അത് തന്നെ കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് ഇതൊന്നും കയ്യിൽ വെക്കാതിരിക്കുക. പിന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. എലിജിബിലിറ്റി എന്താണെന്ന് നോക്കണ്ടേ നമുക്ക് ഈ എക്സാമിനുള്ളത്. PG കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്, എലിജിബിൾ ആണ്. അതേപോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും നമുക്ക് നെറ്റ് എഴുതാവുന്നതാണ്. ഒരു ടൈം പീരീഡിനുള്ളിൽ ആ ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, മീൻസ് ഇപ്പോൾ മാനേജ്മെൻ്റ് ആണെങ്കിൽ അപ്പോൾ അതിൽ ഒരു PG ഡിഗ്രി ഉണ്ടായിരിക്കണം, MBA ഉണ്ടായിരിക്കണം. അപ്പോൾ അതേപോലെ എന്താണോ സ്പെഷ്യലൈസേഷൻ അതിൽ PG നിങ്ങൾക്ക് വേണം. അപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് UGC നെറ്റ് JRFൻ്റെ ബേസ് കാര്യങ്ങൾ. നമുക്ക് ഈ ജൂൺ സൈക്കിളിൽ നമുക്ക് ഈ ഒരു JRF കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത സൈക്കിളിലേക്ക് ഇനി പോകണ്ട, ചിന്തിക്കേണ്ട, എപ്പോഴും ഉള്ളതാണ്. ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കും. ലാസ്റ്റ് ആകുമ്പോൾ ഇത് പോട്ടെ, ഇനി അടുത്ത സൈക്കിളിൽ നോക്കാം. അങ്ങനെ വേണ്ട, ഇതിൽ തന്നെ ക്ലിയർ ചെയ്യുക. എന്തിനാണ് അങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്? വേണ്ട, ഇതിൽ തന്നെ നമുക്കിത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ all the best.